ഹായ് ഓൾ വെൽക്കം ബാക്ക്. എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങയുടെ റെസിപ്പിയാണ്. അതിനായിട്ട് നമുക്ക് വേണ്ടത് 2 സവോള കട്ട് ചെയ്തെടുത്തത്, 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്തത്, ഒരു ചെറിയ ഇഞ്ചിയുടെ കഷ്ണം ചോപ്പ് ചെയ്തത്, 5-6 വെളുത്തുള്ളി അല്ലി കട്ട് ചെയ്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില. ഇത്രയുമാണ്. പാൻ ചൂടായി കഴിയുമ്പോൾ 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക് ചേർക്കുക. കടുകെല്ലാം പൊട്ടിക്കഴിഞ്ഞ ശേഷം നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് എന്നിവ ചേർത്ത് കുറച്ച് സമയം ഒന്ന് ഇളക്കിയ ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർക്കാം. സവോള ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യുക. 1 ടീസ്പൂൺ ഉപ്പിട്ട് ഗോൾഡൻ കളറാകുന്നത് വരെ വഴറ്റിയെടുക്കണം. ഇനി തീ വളരെ കുറച്ച് വെച്ച ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് മസാലപ്പൊടിയുടെ പച്ചനിറമൊക്കെ മാറി വരുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. റോസ്റ്റ് ആയി കഴിഞ്ഞ ഉടനെ ഇതിലേക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് ചൂടുവെള്ളമായിരിക്കണം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ ഉരുളക്കിഴങ്ങ് ചേർക്കാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ ഈ ഒരു വലിപ്പത്തിൽ കട്ട് ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഉരുളക്കിഴങ്ങ് കുക്കറിൽ പ്രത്യേകം വേവിക്കേണ്ട ആവശ്യം വരില്ല. ഈ ഗ്രേവി കിടന്ന് തന്നെ നന്നായിട്ട് വേവും. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഇളക്കി കൊടുക്കാം. തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അടച്ചു വെച്ച് ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വേവുന്നവരെ വേവിക്കുക. തീ വളരെ കുറച്ചിട്ട് വേണം വയ്ക്കാൻ. ഇതിനിടയ്ക്ക് ഒന്ന് തുറന്ന് ഇളക്കി കൊടുക്കണം. വീണ്ടും അടച്ച് വേവിക്കണം. ഒരു 15 മിനിറ്റൊക്കെ ആകുമ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി ഗ്രേവിക്ക് കുറച്ച് കൊഴുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉരുളക്കിഴങ്ങിൻ്റെ 3-4 പീസ് തവി കൊണ്ടൊന്ന് ഉടച്ച് ഗ്രേവിയിൽ ചേർത്ത് കൊടുത്താൽ മതി. മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ മല്ലിയില ലാസ്റ്റ് ഇതുപോലെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചോറിനും ബ്രേക്ക്ഫാസ്റ്റിനും നല്ലൊരു കോംബോയാണ്. ഇതിലേക്ക് തേങ്ങാപ്പാലും വേണമെങ്കിൽ ആഡ് ചെയ്യാം. സിമ്പിളായിട്ട് ഉണ്ടാക്കാം. ട്രൈ ചെയ്ത് നോക്കണം.